സുഹൃത്തുക്കൾ, നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ഡിവൈസ് പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ BLDC ഫാനുകളുണ്ടല്ലോ, BLDC ഫാനുകൾ ഇടിമിന്നലിൽ നിന്നൊക്കെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ നൽകാനെന്നുള്ളൊരു ഡിവൈസാണ് കേട്ടോ. ഇപ്പോൾ മഴയും നല്ല ഇടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നല്ല വിലപിടിപ്പുള്ള BLDC ഫാനുകളുണ്ട്. അതൊക്കെ അടിച്ചു പോകുന്നുണ്ട് കേട്ടോ. ബോർഡുകളൊക്കെ ഒരുപാട് ധാരാളമായിട്ട് അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയ പ്രൊട്ടക്ഷൻ നൽകാനായിട്ടുള്ള ഒരു കുഞ്ഞൻ ഡിവൈസാണ് കേട്ടോ ഇവർ കാണുന്നത്. ഇതാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ BLDC ഫാന് അവിടെ സേഫായിട്ട് അവിടെ നിൽക്കും. ഇതിൻ്റെ അകത്തെ കംപ്ലയിൻ്റ് ആവുള്ളൂ. ഇതിൻ്റെ ഫ്യൂസോ ഇതിലെന്തെങ്കിലും പോകുള്ളൂ. ഇനി ഇടിമിന്നൽ ഏറ്റാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടോ, ഇത് കത്തിക്കൊണ്ടിരിക്കും. ഇത് നിലവിലിപ്പോൾ കത്തിക്കൊണ്ടിരിക്കും. ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കത്തും. ഇടിമിന്നൽ എന്തെങ്കിലും ആയി കംപ്ലയിൻറ്റ് വന്നാൽ ഈ ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ മനസ്സിലാക്കാം ബോർഡിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്യൂസ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഫ്യൂസാണ് അധികം പോവാറ്. അപ്പോൾ ഇതെന്നല്ല 400 വാട്ട്സിൻ്റെ എന്ത് ഉപകരണങ്ങൾ കേട്ടോ. നമ്മളെ LED ഡ്രൈവ് ഉണ്ടാവും വീട്ടിൽ ഒക്കെ അടിച്ച് പെട്ടെന്ന് ഇടിമിന്നൽ ഏൽക്കുന്ന സാധനമാണ് LED ഡ്രൈവുകൾ. നമ്മളെ LED ബൾബിൻ്റെ ഒക്കെ ലൈറ്റിൻ്റെ ഒക്കെ വീട്ടിലെ അലങ്കാര ലൈറ്റുകളൊക്കെ വെക്കണം. അതിൻ്റെ സാധനങ്ങളൊക്കെ സംരക്ഷണം നൽകാൻ വിലപിടിപ്പുള്ള പല സാധനത്തിൻ്റെ ഏകദേശം 10,000 റുപ്യേൻ്റെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ SMBS ഒക്കെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ സംരക്ഷണം നൽകാൻ ഈ ഒരു കുഞ്ഞൻ ഡിവൈസ് നമുക്ക് ഉപകാരമാവും കേട്ടോ. ഓക്കെ, BLDC ഫാനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നത്. BLDC ഫാനാണ്. ഇതുകൊണ്ട് കൊടുത്താൽ മതി. നമ്മളെ കനോപ്പി വരുന്നുണ്ടല്ലോ, നമ്മളെ ഈ കനോപ്പിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ വെച്ചാൽ മതി കേട്ടോ. ഈ ബോക്സ് കൊടുക്കുക, ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഈ ബോക്സ് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യേണ്ട രീതി എന്നുള്ളതൊക്കെ കേട്ടോ. ഈ സാധനം ഇത് 2 സൈഡിൽ ഹോൾസ് ആക്കിയിട്ട് ഇവിടെ രണ്ടിടത്തും ഇത് ഫിക്സ് ചെയ്താൽ മതി. അതിനുശേഷം ഇതിൽ ഇന്നും ഔട്ടും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇന്ന് വരുന്നത് നേരെ കറണ്ടിൻ്റെ ഭാഗത്താണ്. ഔട്ട് വരുന്നത് നമ്മൾ ഏത് ഡിവൈസാണ്, ഏത് ഉപകരണം കൊടുക്കുന്നത്, BLDC ഫാനാണെന്നുണ്ടെങ്കിൽ BLDC ഫാൻ ഈ ഒരു ഭാഗത്തും കൊടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് MRP 419 രൂപയാണ്. ഇതിൻ്റെ MRP വരുന്നത്. നമ്മളിത് കൊടുക്കുന്നത് 230 രൂപയ്ക്കാണ് ഈ സാധനം കൊടുക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് നല്ല ഉപകാരമാവും കേട്ടോ. നല്ല വിലപിടിപ്പുള്ള എന്ത് ഡിവൈസ് ഉണ്ടെങ്കിലും 400 വാട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന എന്ത് ഡിവൈസ് ഉണ്ടെങ്കിലും ഇത് കൊടുക്കാം. ഏകദേശം 3000-4000 രൂപ വിലയുള്ള ഒരുപാട് BLDC ഫാനുകളുണ്ട്. അതിനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഡിവൈസാണ് കേട്ടോ. ഈ ഡിവൈസ് വാങ്ങാനും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനും താല്പര്യമുള്ള നമ്മളെ വീഡിയോക്കൊപ്പം വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്പറായിട്ട് ബന്ധപ്പെടുക.